എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി കബഡി വെച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രം ഏകദേശം 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അതായത് 43 വയസ്സിന് ഇപ്പുറമുള്ള ശേഷം 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ ശുക്രദശ കാലഘട്ടമാണ്. ഓരോരുത്തരുടെ ഗ്രഹനില എടുത്ത് നോക്കിയെങ്കിൽ അത് കറക്റ്റായ രീതിക്ക് മാത്രമേ ശുക്രൻ എത്ര വർഷം തുടങ്ങി, ചിലവർക്ക് 42 തുടങ്ങുന്നവരുണ്ട്, ചിലർക്ക് 44 കഴിഞ്ഞ് തുടങ്ങുന്നവരുണ്ട്. അല്ലെ, ഏകദേശം നമ്മൾ ജ്യോതിഷ വിദ്യപ്രകാരം 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയാണ് ശുക്രദശ കാലഘട്ടം. അപ്പോൾ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വയസ്സിൽ വരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. അവർ ഏത് മേഖലയിൽ ജോലിക്ക് കയറിയാലും ആ സ്ഥാപനത്തിന് ഐശ്വര്യം ഉണ്ടാകും. ഇവർ ചെല്ലുന്നിടത്തൊക്കെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവാണ് 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും, സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റും, വാഹനം മേടിക്കാൻ പറ്റും. നിലവിൽ വാഹനങ്ങളും വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മേടിക്കാനുള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ വരും. എന്തുകൊണ്ടും അനിഴം നക്ഷത്രക്കാർക്ക് ഈ ശുക്രദശ കാലഘട്ടം വളരെ അധികം ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അല്ലേ, നമ്മൾ പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുമ്പോഴത്തേക്ക് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. നമ്മൾ ബാങ്കിലൊക്കെ ലോണിന് അപേക്ഷിക്കുവാണെങ്കിൽ ആ ഒരു ലോണും കാര്യങ്ങളൊക്കെ സാങ്ഷൻ കിട്ടും. സർക്കാർ തലത്തിൽ ജോലിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും. കുടുംബപരമായ ഓഹരികളും കാര്യങ്ങളൊക്കെ ചോദിച്ച് പ്രശ്നം അനുഭവിക്കുന്ന അനിഴം നക്ഷത്രങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിഹാരമാകും. എന്തുകൊണ്ടും ഒരു നല്ല ഒരു കാലയളവാണ്. എന്നാൽ പല അനിഴം നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ ആയിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും പ്രതിവിധിയും വഴിപാടുകളും കാര്യങ്ങളുണ്ട്. അപ്പം 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ അനിഴം നക്ഷത്രക്കാർ ശുക്രഗ്രഹനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന സാമ്പത്തിക ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനിഴം നക്ഷത്രക്കാർക്ക് കുറേ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ആൾക്കാർ വരെ ഇവരെ പറ്റിക്കുക, അതായത് ഇവരിൽ പല ആൾക്കാരിൽ നിന്നും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. കാശ് കടം മേടിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ബന്ധുക്കളിൽ നിന്ന് അവഗണന നേരിടുന്നു, കൂട്ടുകാരികളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും സ്വന്തം വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥകളും പല അനിഴം നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 70 വയസ്സില്ലെങ്കിൽ 50-60 വയസ്സായി സ്വന്തമായിട്ട് വീട് വെക്കാത്ത അനിഴം നക്ഷത്രക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടൊരു വീട്. പക്ഷേ എൻ്റെ ഒരു കാലയളവിൽ 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ അനിഴം നക്ഷത്രക്കാർക്ക് വീട് വെക്കാൻ പറ്റും. അപ്പോൾ ചിലവർക്ക് ഈ പറയുന്ന യോഗങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സമയം നല്ലതാണ്. അപ്പം നമ്മുടെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം കിട്ടി നിൽക്കുന്നത് ശുക്രഗ്രഹനാണ്. അപ്പോൾ ശുക്രഗ്രഹൻ വേണ്ട പോലെ നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ നമുക്ക് ഈ സാമ്പത്തികം കാര്യങ്ങളും ശുക്രഗ്രഹം തരുന്നില്ലെങ്കിൽ നമ്മൾ ആ ഗ്രഹത്തിന് വേണ്ടി കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രീതിപ്പെടുത്തുന്ന പൂജകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ 63 വയസ്സിനുള്ളിൽ നമുക്ക് സാമ്പത്തികം കിട്ടത്തുള്ളൂ. അല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ഈ സാമ്പത്തികം കിട്ടത്തില്ല. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ കടബാധ്യതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അനിഴം നക്ഷത്രക്കാരന് മാസം 30,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു 20,000 രൂപ സാലറി ഉള്ള വ്യക്തിയാണെങ്കിൽ ആ പൈസയിൽ നിന്ന് വേണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാം. മക്കൾക്ക് ഫീസ് കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, പാല്, പത്രം. ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് മാസത്തിൽ ട്യൂഷൻ ഫീസ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ വീട്ട് ചിലവ്, എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് പൈസ എടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇത് തികയാതെ വരുമ്പോൾ പല ആൾക്കാരിൽ നിന്നും പൈസകൾ കടമൊക്കെ മേടിക്കുക. അപ്പോൾ കടം മേടിച്ചാലും നമ്മൾ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെ എന്താ പറയുക, സാലറി ആയിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനിഴം നക്ഷത്രക്കാർ ഒത്തിരി നേരിടുന്നു. കടബാധ്യത കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഈ 43 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെ ഇടയ്ക്ക് അതിനിപ്പുറം കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാലയളവിൽ കടബാധ്യതകളൊക്കെ തീർത്ത് നമുക്ക് മുന്നോട്ട് മാറ്റി കൊണ്ടുപോകുന്നതാണ് ജോലിയിൽ പുരോഗതി. നിലവിൽ 20,000 രൂപ ഇല്ലെങ്കിൽ
15-20 സാലറിയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് നമ്മൾ ഈ ശുക്രഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുമ്പോൾ നല്ല ജോലി കിട്ടും, വിദേശത്ത് പോകാൻ കിട്ടും, വിദേശത്ത് നിന്ന് അവിടെ നിന്നും ഇങ്ങോട്ടും വരാനുള്ള കാലയളവിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ശുക്രനെ പ്രീതിപ്പെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയം നല്ലതാകത്തുള്ളൂ, ജാതകത്തിലെ ഭാഗ്യങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് തേടി വരത്തുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുക്രക്ഷേത്രം, അതായത് നവഗ്രഹം ഇരിക്കുന്ന അമ്പലത്തിൽ പോയി ശുക്രഗ്രഹനെ മുല്ലപ്പൂമാല ചാർത്തി മുല്ലപ്പൂ കൊണ്ട് അർച്ചന ചെയ്ത് മേടിക്കുക. ഇതൊരു 21 വെള്ളിയാഴ്ച ചെയ്യുക. ജോലിയുള്ള അനിഴം നക്ഷത്രക്കാർ ഈ പറയുന്ന വഴിപാടുകളൊക്കെ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. അപ്പം വെള്ളിയാഴ്ച ദിവസം അനിഴം നക്ഷത്രക്കാർ ശുക്രൻ്റെ അടുത്ത് പോവുക. അതായത് നവഗ്രഹം ഇരിക്കുന്ന ശുക്രഗ്രഹമുണ്ട്, മൊത്തവും ഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണം വെക്കുക. ശുക്രഭഗവാന് മാത്രമായിട്ട് മുല്ലപ്പൂ മാല മേടിക്കുക. കുറച്ച് മുല്ലപ്പൂ നമ്മൾ അവത്തിൽ നിന്ന് മേടിച്ച് അടർത്തി എടുത്തിട്ട് ഇതുകൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയുക. അപ്പോൾ എന്തുകൊണ്ടും അനിഴം നക്ഷത്രക്കാർ ഈ ഒരു കാലയളവിൽ വെള്ളിയാഴ്ച ദിവസം പോയി ശുക്രഗ്രഹനെ പ്രീതിപ്പെടുത്തുന്ന ശുക്രഭഗവാന് മുല്ലപ്പൂ മാലയും ചാർത്തി, അതേപോലെ തന്നെ പക്കപ്പിറന്നാൾ ഒരു അനിഴം നക്ഷത്രക്കാരുടെ പേരിൽ നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയും നടത്തുക. ഒന്നുകൂടെ പറയാണ്, മുല്ലപ്പൂ മാല, മുല്ലപ്പൂ ഉണ്ട്, അതേപോലെ തന്നെ മുല്ലപ്പൂ കൊണ്ട് അർച്ചന അനിഴം നക്ഷത്രക്കാർക്ക് ചെയ്യുക. ഒപ്പം തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടാമത് ശുക്രദശ കാലഘട്ടത്തിൽ ചെയ്യേണ്ട നമ്മുടെ വലത് കൈയിലെ നടുവിരലിൽ വെള്ളിയുടെ മോതിരം കെട്ടി അനിഴം നക്ഷത്രക്കാർ ഇടുക. അത് കസവ് വെള്ളി എന്ന് തന്നെ പറയണം, സ്വർണ്ണം വേണ്ട, വെള്ളി തന്നെ. അതായത് നമ്മുടെ വലത് കൈയിലെ നടുവിരലിൽ വെള്ളിയുടെ മോതിരം, ഒറിജിനൽ വെള്ളി ആയിരിക്കണം. അത് ദേവീക്ഷേത്രത്തിൽ പോയി കൊടുത്ത് രാവിലെ, അതായത് രാഹുകാലത്തിനിപ്പുറം വെള്ളിയുടെ മോതിരം നമ്മുടെ വലത് കയ്യിൽ നടുവിരലിൽ ധരിക്കുക. ഇല്ലെങ്കിൽ ശുക്രക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ശുക്രനെ കൊണ്ട് പൂജിപ്പിച്ച് രാഹുകാലം നോക്കി രാഹുകാലത്തിനിപ്പുറം തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ഈ മോതിരം അണിയേണ്ടത്. അത് നമ്മളെ സാമ്പത്തികത്തിനെ അട്രാക്ഷിക്കും, സാമ്പത്തിക തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും. നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത്, എവിടെയാണോ ജോലിക്ക് നിൽക്കുന്നത്, ആ സ്ഥാപനത്തിന് ഐശ്വര്യം ഉണ്ടാകും, നമുക്ക് സാമ്പത്തികപരമായി മാറ്റങ്ങളുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വയസ്സിൽ അനിഴം നക്ഷത്രക്കാർ രാജാവിനെ പോലെ വാണരളി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദശാകാലമാണ്. ഈ ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് പക്കപ്പിറന്നാൾ ഓരോ അനിഴം നക്ഷത്രക്കാർക്ക് നവഗ്രഹ പൂജ പറഞ്ഞത്. ശുക്രഗ്രഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് വെള്ളിയുടെ മോതിരം നടുവിരലിൽ ഇടുന്നത്. ഒപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം മുല്ലപ്പൂ മാല ചാർത്തി ശുക്രഭഗവാൻ അർച്ചന ചെയ്യാൻ. വെള്ളിയാഴ്ച പോകാൻ പറ്റാത്ത അനിഴം നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച ദിവസം ഈ പോയാൽ മതി. അനിഴം നക്ഷത്രക്കാർക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചുതരാം, ജ്യോതിഷപരം നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഇത് മറ്റുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.